ഇന്ന് നമ്മളൊരു നല്ല പദ്ധതിക്കാണ് ഈ ഓണക്കാലത്ത് ഇവിടെ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അട്ടപ്പാടിയിൽ 1, ചിറ്റൂരും ആലത്തൂരും, അങ്ങനെ നമ്മുടെ ജില്ലയിലെ 3 റേഷൻ കടകൾ സഞ്ചരിക്കുന്ന റേഷൻ കടകളായി പ്രഖ്യാപിക്കുക. ആ റേഷൻ കടകളുടെ കീഴിലുള്ള ഗുണഭോക്താക്കൾ, ഉപഭോക്താക്കൾ റേഷൻ കടയിൽ പോയി സാധനം വാങ്ങണ്ട. അവർക്ക് അവരുടെ ഉന്നതികളിൽ, അവരുടെ ഊരുകളിൽ ഭക്ഷ്യവസ്തുക്കൾ സർക്കാർ എത്തിച്ചു കൊടുക്കും. പുതിയ മേഖലകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കുകയാണ്. സർക്കാരുകൾ ഏറെ ചേർത്ത് പിടിക്കേണ്ടത് അടിസ്ഥാന ജനവിഭാഗങ്ങളെയാണ്. ഊരുകളിൽ താമസിക്കുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. സ്വാഭാവികമായും അവർ ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ അവരുടെ കലയും സംസ്കാരവും ജീവിത രീതികളും ഒക്കെ സംരക്ഷിച്ചു പോരണം. അതിനനുഗുണമായ സംവിധാനങ്ങൾ അവർക്ക് പിന്തുണയായി സർക്കാരുകൾ നൽകണം. പ്രത്യേകിച്ച് 1000 പഠനമുറികൾ നമ്മൾ ഈ 100 ദിനത്തോടനുബന്ധിച്ച് പൂർത്തിയാക്കാൻ പോവുകയാണ്. അതിൽ ബഹുഭൂരിപക്ഷം പഠനമുറികളുടെയും പ്രവർത്തനം പൂർത്തിയായി, നിർമ്മാണം പൂർത്തിയായി. ഇനി അത് ആളുകൾക്ക് കൈമാറുക എന്നുള്ള കാര്യം മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. നേരത്തെ 800 സ്ക്വയർ ഫീറ്റ് വീടുള്ളവർക്ക് മാത്രമേ ഈ പഠനമുറിക്ക് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നമ്മളിപ്പോ ആ ജിയോയിൽ ഭേദഗതി വരുത്തി 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുള്ളവർക്കും ആ പഠനമുറിക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്.